അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നാളായിട്ട് ഇടങ്ങാറി ഇരിക്കുന്ന വല്ല ആഗ്രഹങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. നമ്മൾ എന്ത് ചോദിക്കുകയാണെങ്കിലും അള്ളാഹുവിനോട് ഏറ്റവും നല്ലത് ചോദിക്കുക. ആ കാര്യം പടച്ച തമ്പുരാൻ നമുക്ക് നൽകും. നമ്മുടെ ആഗ്രഹത്തിൽ ഏറ്റവും ഹൈറായിട്ടുള്ളത് ഏതാണ്, ആ കാര്യം നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ എത്ര വലിയ കാര്യമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നടത്തി തരിക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ്. ആയിരക്കണക്കിന് ആളുകൾ ചെയ്തിട്ട് അനേകായിരം ആളുകൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുള്ള ഒരമലാണിത്. ആരും തന്നെ നിസ്സാരാക്കി കളയേണ്ട. ആ ഒരു നിയ്യത്തുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്താൽ നേടിയെടുക്കാം എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്കുമുണ്ട്. ഇൻഷാ അല്ലാഹ്. ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റിൽ വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലീസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒരു ഷെയർ കാരണം അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ആ ഒരു കാര്യത്തെ നേടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ദുആകളിലൊക്കെ നിങ്ങളെ ഓർക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. പലർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ളൊരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒരു മടിയും കൂടാതെ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനും കൂടാതെ ചെയ്തു തുടങ്ങിക്കോ. ഈ ഒരു രീതിയിൽ ഇനി ഈ പറയും പ്രകാരം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ എത്ര മുടങ്ങിക്കിടക്കുന്ന ഒരു കാര്യമാണെങ്കിലും പടച്ച തമ്പുരാൻ അത് നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഉള്ളൊരു കൺഫ്യൂഷനാണ്. ഇപ്പോൾ വിവാഹാലോചനയൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു വിവാഹം എനിക്ക് ഹൈറായിട്ടുള്ളതാണോ ഷെറായിട്ടുള്ളതാണോ എന്നുള്ളൊരു തീരുമാനം. അതുപോലെ തന്നെ ഈ ഒരു കാര്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ ഞാൻ ഇതിന് സമ്മതിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തു തുടങ്ങാവുന്നതാണ്. ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരും. അതുപോലെ തന്നെ മറ്റ് ചില ആളുകൾക്ക് ഉള്ള വലിയ പ്രശ്നമാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഉള്ളൊരു കൺഫ്യൂഷൻ. ഞാൻ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ബിസിനസ് കൊണ്ട് നഷ്ടം വരുമോ അല്ലെങ്കിൽ ലാഭമുണ്ടാകുമോ, ഇത് നേരായി കിട്ടൂലേ. ഒരുപാട് ആളുകളുടെ കളിയാക്കലുകളും കുത്തുവാക്കുകളൊക്കെ സഹിക്കും ക്ഷമിക്കും ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കച്ചവടത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇനി ഇത് തുടങ്ങിയതിന് ശേഷം ഞാനിത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ നഷ്ടം പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ കളിയാക്കലുകളും പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ വളരെ ഇടങ്ങാറാണ്. ഇത്തരത്തിലുള്ള കൺഫ്യൂഷനൊക്കെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ നേടിത്തരും എന്നുള്ളതാണ്. അപ്പോൾ അത്രക്കും മഹത്തായിട്ടുള്ളൊരു അമലാണിത്. ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്നത് പോലെ വൃത്തി ഉണ്ടായിരിക്കുക, വുളൂ ഉണ്ടായിരിക്കുക, മനസ്സിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കുക. ഈ ഒരു 3 കാര്യവും അള്ളാഹുവിൽ അടിയുറച്ചിട്ടുള്ള ആ ഒരു തഖ്വയും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം എന്തും ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് നടന്നു കിട്ടുക തന്നെ ചെയ്യും. ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പാൻ ഇടയാക്കിയിട്ടുള്ള ഒരു അമലാണിത്. അപ്പോൾ ആരും തന്നെ നഷ്ടമാക്കി കളയണ്ട. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ഒരുപാട് ആളുകളുണ്ടാകും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം സാധിക്കും എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യം ചെയ്ത് തുടങ്ങിയിട്ട് 1-2 ദിവസമൊക്കെ കുഴപ്പമില്ലാതെ ചെയ്യും. 3-ാമത്തെ ദിവസം മടി വരും, പിന്നെ നമ്മളത് ചെയ്യൂല. ഇത്തരത്തിൽ നമ്മൾ എന്തൊരു അമലായിക്കോട്ടെ ഇത് 2-3 ദിവസം വെച്ച് ചെയ്ത് പിന്നീട് നമ്മളങ്ങനെ ഒഴിവാക്കി കളയുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിച്ച് കിട്ടൂല കേട്ടോ. കാര്യം നമ്മൾ അത്രത്തോളം ഈ ഒരു അമലിനെ വിശ്വാസത്തിലെടുത്തിട്ട് ഇതിൻ്റെ ആത്മാർത്ഥതയോട് കൂടി ഇതെങ്ങനെയൊക്കെ ചെയ്യണം എന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഈ ഒരു കാര്യത്തെ ചെയ്യാൻ. ഒന്ന് അള്ളാഹുവിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് അടുക്കണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടി നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ഇബാദത്ത് ചെയ്യാനുള്ള മടിയാണെങ്കിലും മറ്റെന്തിന് കാര്യത്തിനുള്ള മടിയാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഉപയോഗം നമ്മൾ പരമാവധി കുറച്ചൊന്ന് കുറക്കാം. പൂർണ്ണമായിട്ടും കുറക്കണ്ട, ആവശ്യത്തിന് എടുക്കുക, അനാവശ്യത്തിന് എടുക്കൽ കുറക്കുക. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ വെറുതെ റീൽസ് കണ്ട് സമയം കഴിക്കുന്ന ആളുകളാണ് നമ്മളിൽ അധിക പേരും. ഈ ഒരു ചതുരക്കട്ടയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ മുമ്പിലാണ് നമ്മുടെ ഈ ഒരു ലോകത്തെ മുഴുവൻ ഇപ്പോൾ പിടിച്ചു നിർത്തിയിട്ടുള്ളത്.
ഏത് സ്ഥലത്തെയും അല്ലെങ്കിൽ ഏത് ലോകത്തെയും അല്ലെങ്കിൽ ഏത് കാലത്തെയും കാര്യങ്ങൾ നിഷ്പ്രയാസം ഈ ഒരു മൊബൈലിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൊബൈൽ യുഗം നമ്മൾ മോശമായിട്ട് അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താതെ നല്ല കാര്യങ്ങൾക്ക് ഈ ഫോണിനെ ഉപയോഗപ്പെടുത്തി നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിൽ അധിക പേരും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ജോലികളും മറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാട്സപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിക്കോട്ടെ ചാറ്റ് ചെയ്ത് ഇരിക്കുക എന്നുള്ളത്. ആ ചാറ്റിലൂടെ ഒരുപാട് തെറ്റുകളും വന്നു പോയേക്കാം. അപ്പോൾ ആ ഒരു കാര്യവും നിങ്ങൾ പരമാവധി കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു ഷെയർ ചെയ്ത് അല്ലെങ്കിൽ ചീത്ത ആയിട്ടുള്ള അല്ലെങ്കിൽ മോശപ്പെട്ട വല്ല ഫോട്ടോസോ റീൽസോ ഇത്തരത്തിൽ ഷെയർ കൊടുത്തതിന് ശേഷം നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷെയറിലൂടെ നമുക്ക് ഖബറിൽ കിടക്കുമ്പോഴും അതിൻ്റെ ശിക്ഷ വന്നിരിക്കും എന്നുള്ളതാണ്. എത്ര ആൾക്കാർ ആ ഒരു റീൽസ് കണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോസ് കണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഖബറിലേക്കുള്ള ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കി വെക്കുക. നമ്മൾ എന്തൊരു കാര്യം പോസ്റ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയാണെങ്കിലും അത് അത്രക്കും ആലോചിച്ച് അല്ലെങ്കിൽ അത്രക്കും നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്തൊരു അമൽ ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിലേക്ക് അടുത്തതിന് ശേഷം പൂർണ്ണമായിട്ടും പാപമോചനം ചെയ്തതിന് ശേഷം ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചതിന് ശേഷം എൻ്റെ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു തആല പൊറുത്തു തരും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടെ ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രക്കും വിശ്വാസം നമ്മുടെ മനസ്സിൽ വേണം എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിലൂടെ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. ഈ ഒരു കാര്യം രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ രീതി പറയട്ടെ, നമ്മുടെ എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം 99 തവണ നമ്മൾ ഈ ഒരു അമലിനെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. 99 തവണ. അപ്പോൾ 99 തവണ ചൊല്ലിയിട്ട് നമ്മുടെ മനസ്സിലെ ഹൈറായിട്ടുള്ള ഉദ്ദേശം എന്താണോ അത്തരത്തിൽ നമുക്ക് ചോദിക്കാം. ഈ 99 നമ്മൾ ദിവസം ചൊല്ലുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഇതൊക്കെ നീങ്ങിക്കിട്ടുകയും അതോടൊപ്പം തന്നെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉപദ്രവത്തെ നമ്മളിൽ നിന്നും എടുത്തു മാറ്റുകയും റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് 11 ദിവസം കൊണ്ടാണ് നമ്മൾ ചൊല്ലിത്തീർക്കേണ്ടത്. 11 ദിവസം കൊണ്ട് 1000 തവണ വെച്ചിട്ട് ഈ ഒരു അമലിനെ നമ്മൾ ചെയ്യുക. 1000 തവണ അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ഇസ്മ യാ റഷീദു യാ അള്ളാഹ് എന്നുള്ള ഇസ്മ അത് 1000 തവണയാണ് ചൊല്ലേണ്ടത്. ഇശാ നിസ്കാര ശേഷം നമ്മുടെ ദിക്റുകൾ, സ്വലാത്തുകൾ, മറ്റ് ദുആ ഇരിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള സമയം ഉണ്ടാകുമല്ലോ, ആ ഒരു സമയത്ത് ഈ ഒരു യാ റഷീദു യാ അള്ളാഹ് എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും മനസ്സിൽ തട്ടി ആത്മാർത്ഥതയോടുകൂടെ തഖ്വയോടുകൂടെ നമ്മൾ ചൊല്ലുക 1000 തവണ. 1000 തവണ ചൊല്ലിയതിന് ശേഷം നമ്മുടെ മനസ്സിലുള്ള ആ ഉദ്ദേശം നമ്മുടെ പറഞ്ഞിട്ട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായിക്കൊണ്ട് ദുആ ചെയ്യുക. ഇത്തരത്തിൽ നമ്മൾ 11 ദിവസമാണ് ചൊല്ലേണ്ടത്. 11 ദിവസം ചൊല്ലി തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൻ്റെ ഫലം കിട്ടിയിരിക്കും, തീർച്ചയാണ്. ഒരുപാട് ആൾക്കാർക്ക് ഉത്തരം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ മനസ്സിലുള്ള മുറാദുകൾ ഹാസിലായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്തു നോക്കുക. ഒരുപാട് ഇടങ്ങേറുകൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കാം നമ്മളിൽ പലരും. അപ്പോൾ അത്തരത്തിലുള്ള ഇടങ്ങേറുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ടും എല്ലാ കാര്യത്തിലും ഹൈറും ബറക്കത്തും പടച്ച തമ്പുരാൻ തരാൻ വേണ്ടിയിട്ടും ഈ ഒരു അമൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗാസയിലെ പൊന്നുമക്കൾ, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ആവശ്യം മുൻനിർത്തി പടച്ച തമ്പുരാനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല തീർച്ചയായിട്ടും നമുക്ക് നൽകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദുആ വസിയത്തോടെ നിർത്തട്ടെ. നല്ലൊരു വിഷയമായി ഇനി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.